മറ്റൊന്ന് +1 സീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടത്തും. ഫുൾ A+ കിട്ടിയ ആളുകൾക്ക് പോലും സീറ്റുകൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിത് അവതരിപ്പിച്ചു. മലബാറിലെ 6 ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സീറ്റുകൾ ബാക്കിയാവും എന്നാണ് പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവും എന്നാ പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവുകയാണെങ്കിൽ എന്തിനാണ് 30% സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത്? സീറ്റ് ബാക്കിയാവുകയാണെങ്കിൽ 30% മാർജിൻ. ഇപ്പോ 40:1 ആണ്. ഒരു അധ്യാപകന് 40 കുട്ടികളാണ് വേണ്ടത്. ഇപ്പൊ തന്നെ ഓൾറെഡി 50 കുട്ടികളുണ്ട്. ഈ 30% കൂടി വർദ്ധിക്കുമ്പോൾ 65 മുതൽ 75 വരെ കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട, സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ട സ്ഥിതിയാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ്. പിന്നെ അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണെന്നറിയാമോ? ഇപ്പൊ പൊന്നാനി താലൂക്കില് ഉള്ള ഒരു കുട്ടിക്ക്, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? എത്രയോ കിലോമീറ്റർ, 10, 50, 100 കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നാണ് സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത്, താലൂക്ക് യൂണിറ്റ് ആക്കണം. താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം. ഒരു 10 കിലോമീറ്റർ പരിധിയിലെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണ്ടേ? 100 കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോകും? അപ്പൊ എന്താ പഠിക്കണ്ടെന്ന് തീരുമാനിക്കും. ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 17,000 സീറ്റ് ബാക്കി വന്നു. അപ്പൊ ഇവര് പറയും ബാക്കി വന്നാണെന്ന്. ബാക്കി വന്നല്ല, കുട്ടികൾ ചേരാനിട്ടാണ്. കുട്ടികൾ എങ്ങനെ പോവും? ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോ ഇവിടെ എറണാകുളത്ത് പറവൂരുള്ള ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അഡ്മിഷൻ കിട്ടുന്നെങ്കിലോ അല്ലെങ്കിൽ കോതമംഗലത്താണ് കിട്ടുന്നെങ്കിലോ +1 പോകാൻ പറ്റുമോ? സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ? ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത്. അപ്പൊ താലൂക്ക് വൈസ്, യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും. ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടുകൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിന്റെ എണ്ണം, പാസ്സായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റിയുള്ള കുട്ടികളുടെ എണ്ണം, അഡ്മിഷൻ എടുക്കേണ്ടത്, അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ സമരം ഈ രംഗത്തുണ്ടാവും.